ജീവിതാനുഭവങ്ങൾ തിരുത്തിക്കുറിച്ച കയ്യൊപ്പിലേക്ക് സിഗ്നേച്ചറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജീവൻ ടി വി പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സിഗ്നേച്ചറിൻ്റെ ടീം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്താണ്. ഇവിടെ നമ്മൾ എത്തുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പഴയകാല ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ആയുർവേദ സ്ഥാപനമുണ്ട്, ഇല്ലം ആയുർ ഹെറിറ്റേജ്. ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനും കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ ഡയറക്ടറുമായ ശ്രീ എസ് സുബ്രഹ്മണ്യൻ മൂസത്താണ് നമ്മളുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. ഒപ്പം അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്ര മുഹൂർത്തങ്ങൾ നമുക്ക് അദ്ദേഹവുമായി ചോദിച്ചറിയാം. നമസ്കാരം. നിരവധി ചികിത്സാ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരു പേരുകേട്ട തറവാട്ടിലാണ് താങ്കളുടെ ഒരു ജനനം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതിനു മുമ്പായി താങ്കളുടെ ഒരു ബാല്യകാലം എങ്ങനെയാണ് മനസ്സിൽ കടന്നു വരുന്നത്? ഇത് പള്ളിപ്പാട്ടില്ല, ഏതാണ്ട് 700-ലധികം വർഷം പഴക്കമുള്ള ഈ ഇല്ലം ശ്രീ തണ്ണീർമുക്കം ചാലിനാരായണപുരം ക്ഷേത്രത്തിലെ കൈസ്ഥാനി അവകാശികളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് കേരളത്തിൽ നൽകിയ തൃപ്രങ്ങോട് പരമേശ്വരൻ മൂസത്, അതുപോലെ തന്നെ തിരുനാവായ ശങ്കരൻ മൂസത് എന്നീ ഗുരുനാഥന്മാരുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കുടുംബം നിലനിൽക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ ചരിത്രം ഈ നാടിൻ്റെ ചരിത്രമാണ്. ഞങ്ങൾ ആയുർവേദം ഒരു വ്യവസായമാക്കി നാളിതുവരെ ചിന്തിച്ചിട്ടില്ല. അത് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനാവുന്നില്ല. ഞങ്ങൾ ആയുർവേദം സാധാരണ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടത്തക്ക വിധത്തിൽ എങ്ങനെ നോക്കാം എന്നാണ് ഇന്നും ഞങ്ങൾ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. സാറിൻ്റെ ഒരു പണ്ടത്തെ കാലത്തെ ഇല്ലത്തിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ ഇവിടെ ഒരു ആശാൻ്റെ കളരി ഉണ്ടായിരുന്നു. ആ കളരി പോയി പഠിച്ചു. ഇവിടെ അടുത്ത് തന്നെ NSSൻ്റെ LP സ്കൂൾ ഉണ്ടായിരുന്നു. ആ LP സ്കൂളിൽ പഠിച്ചു. ചേർത്തല ബോയ്സ് ഹൈസ്കൂൾ ഉണ്ടായിരുന്നു. ഇവിടുന്ന് 7 കിലോമീറ്റർ അകലെ നടന്നു പോയി പഠിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ പോയി. ആലപ്പുഴ SD കോളേജിൽ ഡിഗ്രിക്ക് പോയി. മാത്തമാറ്റിക്സ് MSc കഴിഞ്ഞു. ഞാൻ ആയുർവേദത്തിൻ്റെ കോഴ്സ് ഞാൻ അക്കാഡമിക്കായിട്ട് പാസ്സായിട്ടില്ലാത്ത ആളാണ്, പോകാത്ത ആളാണ്. അച്ഛനും മുത്തച്ഛനും ഒക്കെ ഇതൊക്കെ പാരമ്പര്യമുണ്ടായിരുന്നു. ഞാൻ ഒരു ഗണിതശാസ്ത്രം പഠിക്കാൻ പോയ ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ കുടുംബത്തിൽ നിന്ന് മനസ്സിലാക്കി ഇവിടെ അരിഷ്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്നു, അതുപോലെ തന്നെ നെയ്യൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അന്നത്തെ ആ മരുന്നിൻ്റെ രൂപം ഞാൻ ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അരിഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഞങ്ങളുടെ ഇവിടെ ഈ തെക്കുവശയുള്ള ആ മുറ്റത്ത് തന്നെ കുഴിയെടുത്ത് വലിയ ഭരണിയിൽ നെല്ലിക്കായും അതിനു വേണ്ട മരുന്നുകളും ഒക്കെ ചേർത്ത് ഏതാണ്ട് 6 മാസത്തോളം ആ മണ്ണിൽ കുഴിച്ചിട്ട് യഥാർത്ഥ വിധി പ്രകാരം അരിഷ്ടമുണ്ടാക്കിയിരുന്ന ഒരു പാരമ്പര്യം. അതിനേക്കാൾ ഉപരി ഈ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം, ക്ഷേത്രത്തിലെ കൈസ്ഥാനി അവകാശികളാണ്. അവിടെ ശിവനും വിഷ്ണുവും തുല്യ പ്രാധാന്യത്തിലുള്ള കരപ്പുറത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ആണ് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം. ആയുർവേദത്തെ ഇത് പോഷിപ്പിക്കേണ്ടതാണെന്നും ഇത് നിലനിർത്തേണ്ടതാണെന്നും ഇത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നും ഏതാണ്ട് ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രമാണ് ഞാൻ സ്വമേധയാ ആയുർവേദത്തിലേക്ക് തന്നെ വരികയും അതിന് ഒരുപാട് ഗ്രന്ഥങ്ങളും ആചാര്യന്മാരെയും ഒക്കെ കണ്ട് കുറേ അധികം പഠിക്കുകയും അടുത്ത തലമുറ ആയുർവേദത്തിലുണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് മകനെ വിട്ടത്. ഇല്ലം ആയുർ ഹെറിറ്റേജിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഈ ഇല്ലം ആയുർ ഹെറിറ്റേജ് ആയുർവേദ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. ക്ഷേത്രമുണ്ട്, ഇവിടെ പുരാതനമായിട്ടുള്ളൊരു സർപ്പക്കാവുണ്ട്, ഈ പറമ്പിൽ തന്നെ 5 കുളങ്ങളുണ്ട്.
ഈ 5 കുളങ്ങൾക്കും ഞങ്ങൾ യാതൊരു രൂപമാറ്റവും വരുത്തിയിട്ടില്ല. ഈ 700-ലധികം വർഷമുള്ള ഈ തടി കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ 4 കെട്ടും പുരയ്ക്കും യാതൊരു രൂപമാറ്റവും വരുത്താതെ അത് സംരക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെയുള്ള അന്തരീക്ഷം ആരോഗ്യപ്രദായകമാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെ നല്ലൊരു രീതിയിൽ ആയുർവേദ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ പണിതിരിക്കുന്നതൊക്കെ. ഇവിടെ താമസിക്കുന്നവർക്ക് നല്ല രീതിയിൽ താമസിച്ച് AC ഇല്ലാതെ ACയെ ഡിഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കെട്ടിടമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റു കാര്യങ്ങളെ ചികിത്സാ രീതിയെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ എല്ലാ തരത്തിലുള്ള ചികിത്സകളുമുണ്ട്. അതിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഗർഭകാലത്തിന് മുമ്പും പ്രസവം കഴിഞ്ഞിട്ടുമുള്ള ആ കുട്ടികളെ വളർത്തുന്നതിനും. പണ്ടൊക്കെ ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ ഈ കെട്ടിടത്തിൽ ഒരു മുറി തന്നെയുണ്ട്, പ്രത്യേകം പ്രസവിക്കാനുള്ള ഒരു മുറിയുണ്ട്, നല്ല വായു സഞ്ചാരമുള്ള മുറി. അതുപോലെ തന്നെ ഇവിടെ വയറ്റാട്ടിമാരുണ്ടായിരുന്നു, ആ വയറ്റാട്ടിമാർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വയറ്റാട്ടിമാരെ കൊണ്ട് ഒരു പ്രസവിച്ച സ്ത്രീക്കും ഉണ്ടാകുന്ന കുട്ടിക്കും എങ്ങനെയൊക്കെ ചികിത്സ കൊടുക്കണമോ അതിനുള്ള ട്രെയിനിങ് കൊടുത്ത ആൾക്കാർ ഞങ്ങൾക്കിവിടെയുണ്ട്. പോസ്റ്റ് ഡെലിവറി പീരീഡിൽ തള്ളയ്ക്കും കുഞ്ഞിനും വേണ്ട ആ പാരമ്പര്യ രീതിയിലുള്ള സംരക്ഷണം കൊടുക്കാൻ, ചികിത്സ കൊടുക്കാൻ ഉള്ള എല്ലാ രീതികളും ഇവിടെയുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളിവിടെ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് സ്വർണവും വയമ്പും മറ്റു മരുന്നുകളും ഒക്കെ ചേർത്ത് സ്വർണ്ണാമൃത പ്രാശനം എന്നുള്ള ഒരു മരുന്ന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം. ഇവിടെ ഏതാണ്ട് 100-150 കുട്ടികൾ ഞങ്ങൾ വേണ്ടത്ര പ്രചരണമൊന്നും കൊടുക്കാറില്ല. അനുഭവസ്ഥരും ഒന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരമ്മ ഇവിടെ വന്ന് ഞങ്ങളോട് പറയുണ്ടായി, എൻ്റെ കുഞ്ഞിന് 3 വയസ്സായി, ആ കുഞ്ഞിന് സംസാരിക്കാൻ വയ്യായിരുന്നു. ഇവിടെ വന്ന് 12 മാസം ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വന്ന് ഞങ്ങളോട് ആ വിവരം പറയുകയുണ്ടായി. ഇങ്ങനെ സ്വർണ്ണാമൃത പ്രാശനം എന്ന് പറഞ്ഞ മറ്റെങ്ങുമില്ലാത്ത രീതിയിലുള്ള മരുന്ന് കൊടുക്കുന്ന ഒരു രീതിയും ഇവിടെയുണ്ട്. ബാക്കി ആയുർവേദത്തിൻ്റെ എല്ലാ ചികിത്സകളും എൻ്റെ മകൻ, അയാൾ കോട്ടയ്ക്കലെ ഡെപ്യൂട്ടി ഫിസിഷ്യനായിരുന്നു, ഇപ്പോൾ അത് രാജിവെച്ച് പൂർണ്ണമായിട്ടും ഈ ഇല്ലത്തിൻ്റെ ആയുർവേദ പാരമ്പര്യം നിലനിർത്താൻ അയാൾ ഇവിടെ വന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത്, ശങ്കർ പ്രശാന്ത് എന്നാണ് അയാളുടെ പേര്, ഡോക്ടർ ശങ്കർ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ആശുപത്രിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അയാൾ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ആധുനിക കാലത്ത് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളതിനെ പറ്റി അയാൾ വേണ്ട രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. വേണ്ട സ്ഥലത്ത് പോയി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തണ്ണീർമുക്കത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞങ്ങളുടെ മെമ്പർമാരും ഒക്കെ കൂടെ ഇവിടെ വന്നിരുന്നു. ലോക ആരോഗ്യ ദിനം ഇവിടെ ഞങ്ങൾ ആചരിക്കുകയുണ്ടായി. ഈ മെമ്പർമാരൊക്കെ വന്ന് പറഞ്ഞു, അവരൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കുകയുണ്ടായി. പിന്നെ ഇതിനൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് പ്രചരണം കൊടുക്കാനുള്ള മാനസിക നിലയും സാമ്പത്തികവും ഇല്ലാത്ത കാരണം അത്രയൊന്നും പ്രചരണം കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവുന്നില്ല. ഇതൊക്കെ പാരമ്പര്യം നിലനിർത്തിയാൽ അടുത്ത തലമുറയ്ക്ക് ജാതിക്കും മതത്തിനും അതീതമായിട്ട് ആരോഗ്യം ശരീരത്തിനും മനസ്സിനും നിലനിർത്താൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇല്ലം ആയുർ ഹെറിറ്റേജിനുള്ളത്. ഇവിടുത്തെ നിലവിലെ ചികിത്സാ രീതിയെക്കുറിച്ച് യുവതലമുറയിലെ വളരെ പ്രമുഖനായ ഡോക്ടർ ശങ്കർ സാറിനോട് ചോദിക്കാം. ഇല്ലം ആയുർ ഹെറിറ്റേജിൻ്റെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശങ്കർ സാർ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇല്ലത്തിൻ്റെ ഏകദേശമുള്ള ഒരു ചികിത്സാ രീതിയും ഇവിടുത്തെ ചരിത്രമൊക്കെ സാറിൻ്റെ ഫാദർ പറഞ്ഞായിരുന്നു. ഇനി സാറിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ ഒരു കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? സാധാരണയായിട്ട് ഉള്ള വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് +2 പഠനമൊക്കെ ശേഷം ആദ്യം അച്ഛൻ്റെ ആഗ്രഹപ്രകാരം തന്നെ, കാരണം ഞങ്ങൾ ജനിച്ചു വന്ന, ഞാനും എൻ്റെ അനിയനും ഒക്കെ ജനിച്ചു വന്ന ആ ഒരു രീതി തന്നെ ഒരു ആയുർവേദ രീതിയിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാവാം ആയുർവേദത്തിന് പോകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന് ഒട്ടും തന്നെ തടസ്സം നിൽക്കാതെ, കാരണം അച്ഛനും ആ ഒരു ലക്ഷ്യബോധം എന്നെക്കാളും വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ സത്ത് പഠിക്കുവാനായിട്ട് എവിടെയാണോ നല്ലത് അവിടെ വിടാനായിട്ട് അച്ഛൻ വളരെ തയ്യാറായിട്ട് വരികയും അതുകൊണ്ട് തന്നെ
ബാംഗ്ലൂരുള്ള ശ്രീ കോളേജ് ഓഫ് ആയുർവേദിക് സയൻസ്, അതായത് ആർട്ട് ഓഫ് ലിവിങ് പ്രസ്ഥാനത്തിൻ്റെ ശ്രീ രവിശങ്കർജിയുടെ കീഴിലുള്ള ശ്രീ ആയുർവേദ കോളേജിൽ അവിടുത്തെ ആദ്യത്തെ ബാച്ചായിട്ട് തന്നെ അഡ്മിഷൻ കിട്ടുകയും, അത് വേറൊന്നും കൊണ്ടല്ല, ആ കോളേജ് തിരഞ്ഞെടുക്കാൻ കാരണം ഈ ആയുർവേദം എന്ന് പറയുന്നത് വെറും ഒരു വൈദ്യശാസ്ത്രമായിട്ടല്ല കരുതുന്നത്. ശരിക്കും നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഹെൽത്ത്, ആരോഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ആയുർവേദത്തിനെ പറയാം. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ശ്രീ രവിശങ്കർജി തുടങ്ങിയ ആയുർവേദ കോളേജിൽ എൻ്റെ 5.5 കൊല്ലത്തെ ആയുർവേദ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം 2 കൊല്ലത്തോളം അച്ഛൻ പറഞ്ഞിട്ട് തന്നെ കേരളീയ ആയുർവേദ സമാജത്തിൽ, ഷൊർണൂരുള്ള കേരളീയ ആയുർവേദ സമാജത്തിൽ 2 കൊല്ലത്തോളം അവിടെ ഒരു ട്രെയിനി ആയിട്ട് തന്നെ കഴിച്ചു കൂട്ടി. അതിനുശേഷം ഇപ്പോൾ ഒരു 7 കൊല്ലം ആയി ഞാൻ കോട്ടക്കൽ ആര്യവൈദ്യശാല അവരുടെ ഹെഡ് ഓഫീസിൽ ഡെപ്യൂട്ടി ഫിസിഷ്യനായിട്ട് റീസെൻ്റായിട്ട് ഞാൻ അവിടെ റിസൈൻ ചെയ്യുകയുണ്ടായി. കാരണം മറ്റൊന്നല്ല, ഈ ഒരുപാട് ആശയങ്ങൾ ഉള്ള ഒരു പരമ്പര, അത് എനിക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് എൻ്റെ ഫാദർ, എൻ്റെ അച്ഛനെ തന്നെ. അതായത് അച്ഛൻ്റെ ആ ഒരു ദീർഘവീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവിടെ നമുക്ക് നിന്നെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കേരളീയ ആയുർവേദ സമാജത്തിലെയും അതുപോലെ കോട്ടക്കൽ ആയുർവേദശാലയിലെയും ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായവും അതുപോലെ തന്നെ ഇല്ലത്തിൻ്റെ പൂർവികരായിട്ടുള്ള വൈദ്യ ഗുരുക്കന്മാരുടെ ചികിത്സാ പാരമ്പര്യവും കൂടെ ഒന്ന് ഒത്തിണക്കി നമുക്കൊരു ചികിത്സ ഉണ്ടാവണം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശുപത്രി എന്നല്ല, ഒരു കുടുംബ വ്യവസ്ഥയിലുള്ള ചികിത്സാ രീതി ഉണ്ടാക്കിയത്. അത് ഇപ്പം ചികിത്സയുടെ പാരമ്പര്യമായാലും ആർട്ട് ഓഫ് ലിവിങ് ശ്രീ രവിശങ്കർജിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള യോഗ, പ്രാണായാമമായാലും ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉണ്ടാവണം. അത് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണെന്നുള്ള ഒരു ബോധം കൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇല്ലം ആയുർ ഹെറിറ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തരം രോഗങ്ങൾക്കാണ് ഇവിടെ പ്രധാനമായിട്ടും ചികിത്സയുള്ളത്? ഞങ്ങൾ ആശുപത്രി തുടങ്ങുന്ന സമയത്ത് സാധാരണ ഒരു ആശുപത്രി പോലെ, ഒരു ആയുർവേദ ആശുപത്രി പോലെ എല്ലാത്തരം ചികിത്സകൾക്കും അല്ലെങ്കിൽ എല്ലാത്തരം രോഗങ്ങൾക്കുമുള്ള ചികിത്സ ലഭ്യമാക്കിയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് എന്തോ ദൈവ നിയോഗവും അതുപോലെ തന്നെ എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു ഇച്ഛയായിരിക്കണം, ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ, കുട്ടികളിലുണ്ടാവുന്ന രോഗങ്ങൾ, അത് ദൈവാധീനം കൊണ്ട് കുറച്ച് കുട്ടികൾക്ക് ഭേദമാവുകയും അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകളാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഇല്ലത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സുപ്രജ എന്ന് പറഞ്ഞിട്ട്. അതായത് നമുക്ക് കല്യാണ ശേഷം നല്ല ഒരു സന്തതി എങ്ങനെ ഉണ്ടാവണം എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ആൾക്കാരിൽ ഉണ്ടാക്കാനായിട്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ ചുട്ടയിലെ ശീലം എന്ന് പറയുന്നത് പോലെ ഈ ചെറുപ്രായത്തിൽ നമ്മൾ എന്ത് ആ കുട്ടിക്ക് കൊടുക്കുന്നോ അത് അതിൻ്റെ ജീവിത അവസാനം വരെ, ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ ജീവൻ്റെ അവസാനം വരെ അതിൻ്റെ ഗുണഫലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ചികിത്സ വളരെ ഭംഗിയായിട്ടും വളരെയധികം റിസൾട്ട് കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊന്നിവിടെ ചെയ്യുന്നത്, എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് പഴയ രീതിയിൽ അമ്മയും കുഞ്ഞിനെയും പരിപാലിക്കുക, പോസ്റ്റ് ഡെലിവറി കെയർ. അപ്പം കൂടുതലും നമുക്ക് ഈ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന ഒരുപാട് രോഗികളല്ല, പ്രസവിച്ചതിന് ശേഷം അലോപ്പതി ആശുപത്രിയിൽ നിന്ന് ഡെലിവറിക്ക് ശേഷം അവർ നേരെ ഇല്ലത്തേക്ക് വരും. ഇവിടെ വരുന്ന പേഷ്യൻറ്റിന് പ്രധാനമായിട്ടും കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്തെല്ലാമാണ്? ഒരുവിധം ഒരു ആവറേജ് പേഷ്യൻറ്റിന് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ റൂമുകളിൽ കൊടുക്കുന്നുണ്ട്. അതിലും ഞങ്ങൾക്കൊരു പ്രത്യേകത ഉള്ളത്, എല്ലാ രോഗികൾക്കും കിടക്കാനായിട്ട് കാഞ്ഞിരത്തിൻ്റെ കട്ടിലുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് വേറൊന്നും കൊണ്ടല്ല, മിക്കവാറും വരുന്നത് വാത രോഗങ്ങളായിട്ടുള്ള വേദനകളോ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്കും ഞങ്ങൾ ഈ കട്ടിൽ പ്ലെയിനായിട്ട് നിർത്തിയിട്ട് കിടക്ക മാറ്റി ഒരു വിരിപ്പ് മാത്രം വിരിച്ച് അവരെ കിടത്തുന്ന അതും ഒരു ചികിത്സാ സമ്പ്രദായമാണ്. അപ്പം ഇങ്ങനെ ആ രോഗിയുടെ ഉറക്ക സമയത്ത് പോലും
ചികിത്സയുടെ ഒരു ഭാഗം കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ കിടക്കുന്ന കട്ടിലും അതിന് ചികിത്സയുടെ ഒരു ഭാഗമാണ്. കൂടാതെ എല്ലാ മുറികളിലും ഞങ്ങൾക്ക് മ്യൂസിക് സിസ്റ്റം എക്യുപ്ഡ് ആണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓട്ടിസം കേസുകളിൽ ഞങ്ങളൊരു മ്യൂസിക് തെറാപ്പിയും കൂടെ അതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ചില രോഗങ്ങൾക്ക് ചില രാഗങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നു. മ്യൂസിക് തെറാപ്പി മാത്രമായിട്ടും ചികിത്സയുണ്ട്. പക്ഷേ ഈ മുറിയിൽ ഒരു ഓട്ടിസം കുട്ടി വന്നു കഴിഞ്ഞാൽ ഈ രാഗം ആ കുട്ടി ഡിസ്ചാർജ് ആവുന്നത് വരെ വളരെ മൈൽഡായിട്ട് ആ റൂമിൽ കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതും ഒരു ചികിത്സയുടെ ഭാഗമാണ്. പിന്നെ മുറികളിലാണെങ്കിലും കൂടുതലും ഞങ്ങൾ സിമൻറ്റ് ഉപയോഗിക്കാതെയുള്ള കെട്ടിടമാണ്. താഴെ തറയോടാണ്, സൈഡിൽ സിമൻറ്റ് ഇല്ലാണ്ടുള്ള മണ്ണ് കൊണ്ടുള്ള കെട്ടിടമാണ്. മുകളിൽ ബാമ്പൂവിൻ്റെ റൂഫിങ് ചെയ്ത്, വേറൊന്നിനുമല്ല, നമ്മുടെ ശരീരം ബി വിത്ത് ദ നേച്ചർ, പ്രകൃതിയുമായിട്ട് എത്ര അടുക്കുന്നോ അത്രയും അസുഖത്തിൽ നിന്നും ദൂരെ നിൽക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടുകാരിലേക്കും അതുപോലെ ഇവിടെ വരുന്ന രോഗികളിലേക്കും എത്തിക്കുക, അതാണ് റൂമിൻ്റെ പറയുകയാണെങ്കിൽ. ഇവിടെ വരുന്ന പേഷ്യൻസിന് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ അലോഡ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇല്ലത്ത് തന്നെയാണ്. പേഷ്യൻ്റ് വന്നതിന് ശേഷം, വരുന്നതിന് മുൻപേ തന്നെ, അത് മിക്കവാറും ഇപ്പോൾ വരുന്നത് നമുക്ക് ഇവിടുന്ന് ഡിസ്ചാർജായി പോയ പേഷ്യൻ്റെ റെഫറൻസാണ് നമുക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ ആ പേഷ്യൻ്റ് തന്നെ പറഞ്ഞു വിടാറുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന ആഹാരമേ കിട്ടുകയുള്ളൂ. കാരണം ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം ഒരു നിർബന്ധ ബുദ്ധിക്കാരാണ്. കാരണം വെളിയിൽ നിന്ന് കഴിക്കാൻ പാടില്ല. ഇവിടെ നിന്ന് എന്താണോ ആ രോഗിക്ക് പഥ്യമായിട്ടുള്ളത് അത് ആ അഡ്മിഷൻ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറയും. ഡോക്ടർ, എന്നെ കൂടാതെ തന്നെ ഡോക്ടർ കൃഷ്ണ ഷേണായി റിട്ടയേർഡ് DMO ആണ്. അദ്ദേഹവും ഞങ്ങളും അതുപോലെ ഒരു 5 ഡോക്ടർമാർ വേറെയുണ്ട്. ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് ആ രോഗിക്ക് ഏത് ആഹാരമാണ് പഥ്യം, ആ ആഹാരം ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് ഇല്ലത്ത് തന്നെ പ്രിപ്പയർ ചെയ്യും. ആ ആഹാരം മാത്രമേ അവർ കഴിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കാറുള്ളൂ. അല്ലാത്ത രോഗികളെ കഴിവതും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യാറുമുണ്ട്. കാരണം അതല്ലെങ്കിൽ ആഹാരമാണ് ഔഷധം. ആഹാരം ശ്രദ്ധിക്കാതെ ഔഷധം മാത്രം കഴിച്ചിട്ട് കാര്യവുമില്ല. ഇവിടുത്തെ ഒരു OP ടൈമിംഗ് എങ്ങനെയാണ്? ഇവിടെ OP ടൈമിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ആശുപത്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിവിടെ 24 hours ഡോക്ടേഴ്സ് ഫെസിലിറ്റി ഉണ്ട്. ഇത് ഒരു നാട്ടിൻ പ്രദേശമായതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് രോഗി വരിക എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ രാവിലെ 9 തൊട്ട് 5 വരെയാണ് OP ടൈമിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഏത് സമയത്ത് വന്നാലും നാട്ടിലുള്ളവർക്ക് ഒരു ആശ്രയ കേന്ദ്രമാവുക, അതാണ് ഏറ്റവും പ്രധാനം. അതിന് ശേഷമേ ഉള്ളൂ ഞങ്ങൾക്ക് വെളിയിൽ നിന്നുള്ളവർക്ക്. പക്ഷേ എങ്കിൽ പോലും രാത്രിയിലായാലും ആരെങ്കിലും വന്നാലും അവരെ സേവിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കടമ തന്നെയാണ്. ഇത് കൂടാണ്ട് ഞങ്ങൾക്ക് ഒരു ബ്രാഞ്ച് ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഇത് കൂടാതെ ഒരു കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഔട്ട്ലെറ്റും കൂടെ ഉണ്ട്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ. വേറൊന്നിനുമല്ല, എല്ലാ മരുന്നുകളും എല്ലാ കമ്പനികളുടെ മരുന്നും നമുക്ക് അവൈലബിൾ ആവുക, അതിൽ നിന്ന് നല്ലത് എടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഏത് തരം പേഷ്യൻസിനെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്? അങ്ങനെ നമുക്ക് ടാർജറ്റായിട്ടൊന്നും ഞങ്ങൾ നോക്കാറില്ല. പക്ഷേ ഞങ്ങൾക്കുള്ള 6 മുറികളിൽ 3 മുറി ഞങ്ങൾ ഒരു സാധാരണ രീതിയിലുള്ള മുറികളും 3 മുറി ഞങ്ങൾ ഒരല്പം ഫെസിലിറ്റി കൂട്ടി, അതിൽ തന്നെ ഒരെണ്ണം AC റൂമും ഉണ്ട്. അപ്പം നാട്ടുകാർക്കായാലും പ്രയോജനം കിട്ടണം, അതുപോലെ തന്നെ വിദേശികൾക്കായാലും പ്രയോജനം കിട്ടണം. ഇത് രണ്ടിൻ്റെയും പ്രധാന ഞങ്ങളുടെ എയിം അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് രോഗികളാണ്. അത് എവിടെ നിന്ന് വന്നാലും. അതിൽ തന്നെ ഞങ്ങൾ ഒരു ആയുർമിത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കാനും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് അല്പം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണ്? അവരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം? ഈ ഇല്ലം ആയുർ ഹെറിറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഒരു കുടുംബ വ്യവസ്ഥിതിയാണ്. അത് അച്ഛനാണ് എൻ്റെ കാതലായിട്ട് നിൽക്കുന്നത്, ഞങ്ങളുടെ ചെയർമാനായിട്ട്. ഇപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ തന്നെയാണ്, ശ്രീമതി ദീപശ്രീ MSc ബയോടെക്നോളജി കഴിഞ്ഞു. വൈഫാണിപ്പം ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ എൻ്റെ അനുജനാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ. ഞാൻ മെഡിക്കൽ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അനുജൻ, ഫാദർ പറഞ്ഞതുപോലെ അച്ഛൻ്റെ അനുജനുണ്ട്, അദ്ദേഹമാണ് വൈസ് ചെയർമാൻ. എൻ്റെ മദർ ആണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. എനിക്ക്
ഒരു കുട്ടിയാണുള്ളത്, അഭിരാം ശർമ്മ. ഇപ്പോൾ 2 വയസ്സായി. ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രജ എന്ന് പറഞ്ഞ പുസ്തകവും ഞാൻ എഴുതിയത് ഏകദേശം ആ കാലഘട്ടത്തിലായിരുന്നു. നല്ല കുട്ടി എങ്ങനെ ഉണ്ടാവണം, ആ കുട്ടികൾക്കുണ്ടാവേണ്ട ഗുണങ്ങൾ, അമ്മ അച്ഛൻ ആ പേരൻസിനുണ്ടാവേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും വിലപ്പെട്ട കുറച്ച് വിവരങ്ങൾ നമ്മളെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനി നമുക്ക് തിരിച്ച് താങ്കളുടെ ഫാദറിലേക്ക് പോകാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡോക്ടർ ശങ്കർ സാർ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ ഡയറക്ടറാണ് താങ്കൾ. ആ നിലയ്ക്കുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? ഏതാണ്ട് 115 വർഷം പഴക്കമുള്ള കേരളത്തിലെ ഒന്നാമത്തെ ആയുർവേദ ആശുപത്രിയാണ് ഷൊർണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരളീയ ആയുർവേദ സമാജം. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ എൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഓൾ കേരള ബ്രാഹ്മൺസ് ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറലാണ് താങ്കൾ. ആ നിലയ്ക്കുള്ള താങ്കളുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിലെ 7 ബ്രാഹ്മണ വിഭാഗങ്ങളുണ്ട്. നമ്പൂതിരിമാൾ ഉൾക്കൊള്ളുന്ന യോഗക്ഷേമ സഭ, തമിഴ് ബ്രാഹ്മിൻസ്, കേരള ബ്രാഹ്മണ സഭ, അതുപോലെ തന്നെ മാധ്വ സഭ, ഗൗഡസാരസ്വത സഭ, ഇങ്ങനെ 7 ബ്രാഹ്മണ വിഭാഗങ്ങളുണ്ട്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം വരുന്ന ആ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ സെക്രട്ടറി ജനറലാണ് ഞാൻ. അതിൻ്റെ ഒരു ഫെഡറേഷനുണ്ട്, അത് കേരളത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ബ്രാഹ്മണ സംസ്കാരം ഞങ്ങളുടെ ഇടയ്ക്ക് നിലനിർത്താനും അത് സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായതുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നു. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ടല്ല ഞങ്ങൾ അതിനെ കാണുന്നത്. ഞങ്ങളിൽ തന്നെയുള്ള ന്യൂനതകളുണ്ടെന്നറിയാം. ആ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളായിട്ടാണ് ഞങ്ങൾ ഈ യോഗക്ഷേമ സഭയെയും അതുപോലെ തന്നെ ആൾ കേരള ബ്രാഹ്മണ ഫെഡറേഷനെയും കാണുന്നത്. പക്ഷേ സമൂഹം തെറ്റിദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വമാണെന്നും അത് ജനങ്ങൾക്ക് ദ്രോഹമാണെന്നും പ്രചരിപ്പിക്കുന്നതിൽ വളരെയധികം വേദനയും ദുഃഖമുണ്ട്. സത്യത്തിൽ ഞങ്ങളുടെ ജീവിത രീതി എന്താണെന്നും ആ ജീവിത എന്ന് പറയുന്നത് ഭോഗ സംസ്കാരത്തിലല്ല, ത്യാഗ സംസ്കാരത്തിലാണ് ഭാരതത്തിൻ്റെ ഇമ്പം എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുകയും ഇന്ന് ഇവിടെ രക്തച്ചൊരിച്ചിലിന് കാരണമുണ്ടെങ്കിൽ അത് ആംഗലേയ സംസ്കാരമാണെന്നും പറയുന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. ഇതൊക്കെ കൂടാതെ തന്നെ കേരള യോഗക്ഷേമ സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു താങ്കൾ. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? നമ്പൂതിരിമാരുൾപ്പെടെയുള്ള ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ബ്രാഹ്മണ വിഭാഗത്തിന് ഒരുപാട് അപജയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ദുരാചാരങ്ങളുണ്ടായിരുന്നു. ആ ദുരാചാരങ്ങൾ മാറ്റാൻ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ യോഗക്ഷേമ സഭ എന്ന് പറയുന്നത്. അത് ഈ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള 100-ലധികം വർഷം പഴക്കമുള്ള ഒരു പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. EM ശങ്കരൻ നമ്പൂതിരിപ്പാടും BT ഭട്ടതിരിപ്പാടും ഒക്കെ ഭാരവാഹിയായിരുന്നു. അത് ഉണ്ടായത് സർക്കാരിൽ നിന്നൊന്നും കണക്ക് പറഞ്ഞ് മേടിക്കാൻ സമരം ചെയ്യാനല്ല, ഞങ്ങളിലുള്ള അപജയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയായിരുന്നു. ഞാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു 2007-ലും 2008-ലും കേരളത്തിൽ. ഇനി ഇതൊക്കെ മാറ്റി താങ്കളുടെ ഫാമിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സ്? ഇല്ലം ആയുർവേദ ഹെറിറ്റേജിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് പള്ളിപ്പാട്ടില്ലം. പള്ളിപ്പാട്ടില്ലത്ത് എൻ്റെ അച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനും അച്ഛൻ്റെ അനുജനും ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. അച്ഛൻ്റെ ജ്യേഷ്ഠൻ അഡ്വക്കേറ്റായിരുന്നു, അച്ഛൻ ഈ വൈദ്യരംഗത്തായിരുന്നു, അച്ഛൻ്റെ അനുജൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണെങ്കിൽ എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. ആ 2 ആൺകുട്ടികളിൽ മൂത്തയാൾ ആയുർവേദ ഡോക്ടറാണ്. അയാളാണ് ഇല്ലം ആയുർ ഹെറിറ്റേജിൻ്റെ ഡയറക്ടറായിട്ട് നിൽക്കുന്നത്. നേരത്തെ പരിചയപ്പെട്ടു. രണ്ടാമത്തെ ആൾ വിഷ്ണു പ്രസാദ്. അയാൾ MCOM കഴിഞ്ഞിട്ട് അയാൾക്ക് ജോലിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ തന്നെ ഉത്തരവാദിത്വം അയാൾക്ക് പൂർണ്ണമായിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഒരു അനുജനുണ്ട്. അനിയൻ്റെ വൈഫും ഒക്കെ ഇവിടെയുണ്ട്. എൻ്റെ വേളിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ അനുജൻ്റെ തന്നെ ഒരു മകൻ കൂടിയുണ്ട്. അയാൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്ലിനിക്കൽ സൈക്കോളജിയുടെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. അയാളും ഞങ്ങളുടെ ഈ ഇല്ലം ആയുർ ഹെറിറ്റേജിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നുണ്ട്. താങ്കളുടെ വേളിയുടെ പേര്? എൻ്റെ വേളിയുടെ പേര് ലീലാദേവി അന്തർജനം. എന്നോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും ഈ പ്രസ്ഥാനത്തിൻ്റെ കാതലായിട്ടുള്ളത് എന്നുള്ളത് ഓർക്കാൻ എനിക്ക് സന്തോഷമുണ്ട്.
അപ്പോൾ ഇത്രയും ധന്യമായ മുഹൂർത്തങ്ങൾ നമ്മളെ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനി ഭാവിയിലും താങ്കൾക്കും താങ്കളുടെ ഈ സ്ഥാപനത്തിനും ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി. വളരെ സന്തോഷം. നന്ദി.